മനുഷ്യരുടെ സ്വഭാവത്തിന്റെ പൂർത്തീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സമാഗതനായത് എന്ന് ഇനി വസ്തുവിൽ കൃത്രിമ മക്കാര്യങ്ങൾ അഖ്ലാഖ് ഞാൻ നിയോഗിക്കപ്പെട്ടത് മനുഷ്യരുടെ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് പ്രവാചകൻ. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമ്മളെ പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോഴുള്ള ഒരവസ്ഥയിൽ നിന്ന് ഒരല്പാൽപമായിട്ട് മെച്ചപ്പെടുക എന്നതാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സ്വഭാവ ഗുണമാണ് ക്ഷമ, സബർ എന്ന് പറയുന്നത്. സബർ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരാളങ്ങനെ ഉണ്ടാതെ ഇരിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ഒന്നിനോട് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതോ ഒന്നുമല്ല. ഇസ്ലാമിൽ സബർ എന്ന് പറഞ്ഞാൽ തിന്മകളോട് പ്രതികരിക്കാതിരിക്കുന്ന ഒരവസ്ഥയോടല്ല, അല്ലെങ്കിൽ തിന്മ കാണുമ്പോൾ ഒന്നും പറയാതിരിക്കുന്ന ഒരവസ്ഥയല്ല സബർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു ഹദീസിൽ നോക്കാൻ കഴിയും. നിങ്ങളൊരു തിന്മ കണ്ടാൽ ഒരു തിന്മ കണ്ടാൽ നിങ്ങളതിനെ കൈകൊണ്ട് മാറ്റണം. അതിന് കഴിയില്ലെങ്കിൽ നാവ് കൊണ്ട് നിങ്ങളതിനെ മാറ്റണം. അതിനും കഴിയില്ലെങ്കിൽ നിങ്ങൾ ഹൃദയം കൊണ്ട് അത് വെറുക്കുകയും ചെയ്യണം. അത് ദുർബലമായ ഈമാനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ ഈമാനുമായി ബന്ധിച്ചാണ് ഈ കാര്യമാണ് തിന്മകൾ തടയുകയാണ്. അപ്പൊ തിന്മ കാണുമ്പോൾ അവർ മിണ്ടാതിരിക്കുന്ന ഒരു കാര്യത്തിലല്ല യഥാർത്ഥത്തിൽ സുബർ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്, ഏത് തിന്മ കാണുമ്പോൾ ചിന്തയില്ലാതെ അല്ലെങ്കിൽ തനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യം ഒട്ടും ചിന്തയില്ലാതെ പ്രതികരിക്കുന്ന ഒരവസ്ഥയെ അല്ല യഥാർത്ഥത്തിൽ സത്യവിശ്വാസം ഉണ്ടാവേണ്ടത്. അങ്ങനെ ആവുമ്പോൾ സ്വകരില്ലായ്മയായിട്ട് മാറും. കാരണം മനുഷ്യ സമൂഹം പലതരത്തിലാണ്, പല ആളുകളും പല രൂപത്തിലാണ്. അപ്പോ എന്ത് കണ്ടാലും അതിനെതിരെ ഒറ്റയടിക്കുക, ആദ്യം തന്നെ കിടന്ന് പ്രതികരിക്കുക എന്നതല്ല ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അസ്വഭാവിന്റെ സ്വഭാവത്തിലാണ്. സ്വഭാവം എന്ന് പറഞ്ഞാൽ വേണ്ടത് ആദ്യഘട്ടത്തിലാണ്. അപ്പൊ ആലോചിച്ചതിന് ശേഷമാണ് നമ്മൾ ഒരു കാര്യത്തിന് പ്രതികരിക്കേണ്ടത്. ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ സവിശേഷമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കെതിരെയാണ് ഒരാളുടെ കാര്യം പറഞ്ഞെങ്കിൽ നമ്മൾ കൂടുതൽ മോൻ പറയുന്നത്. നമുക്ക് വേണ്ടിയല്ല നമ്മൾ പലപ്പോഴും പ്രതികരിക്കുന്നത്. ഒരു ദിവസം ഞാൻ കണ്ടിട്ട് ഒരാൾ അദ്ദേഹത്തെ കുറേ ചീത്ത വിളിച്ചു, പല കുറ്റങ്ങളും പറഞ്ഞ് വാക്ക് വിളിച്ചു പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചിരിച്ചിട്ടാണ് കടന്നുപോയത്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെന്താണെന്ന് പ്രതികരിക്കാൻ നിങ്ങളെന്നെ കുറ്റം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഇതിലേറെ കുറ്റം, പക്ഷെ മുമ്പ് അത്രയാണ്. ഇതിലേറെ കുറ്റം എനിക്കുണ്ട്, വളരെ കുറച്ചാണ് മുമ്പേർക്ക് അറിയാം, അതാണ് മുമ്പ് പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കുറ്റം ഒരാൾ പറഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണ്ട, ക്ഷമ വിടാണ്ട, ദേഷ്യപ്പെടേണ്ട ഒരവസ്ഥയില്ല. അപ്പോ ക്ഷമ എന്ന് പറയുന്നത് തിന്മകളെ പ്രതിരോധിക്കൽ തന്നെയാണ്. പക്ഷെ പ്രതിരോധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ സ്വീകരിക്കേണ്ട നിലപാട് ആദ്യഘട്ടത്തിൽ തന്നെ അതിനെതിരെ എടുത്ത് ചാടാതാണ്. അതിന് പലതരത്തിലുള്ള പ്രതികരണം, എന്താണ് അതിന്റെ പ്രതികരണം, ആരോടാണ് നമ്മൾ പറയുന്നത്, അയാളിത് എന്ത് പ്രതികരണമാണ് ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ടാണ് വേണ്ടത് പറയുന്നത്. അതാണ് ക്ഷമയുടെ ഒരു കാര്യം. മറ്റൊന്നുള്ളത്, ക്ഷമ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കുറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. അതിങ്ങനെ എടുത്ത് പറയുന്ന ഒരാളാണെങ്കിൽ സത്യവിശ്വാസിയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ എടുത്ത് ക്ഷമയോടെടുത്ത് പറയാം എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവം. അതൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ അത് ഒതുക്കുകയും അത് പരിഹരിക്കാൻ കഴിയുന്ന ഒരൊറ്റൊരാൾ അല്ലാഹു മാത്രമാണെന്ന് മനസ്സിലാക്കി അല്ലാഹുവിനോട് മാത്രം അത് പറയുകയും ചെയ്യുക എന്നതാണ്. നമുക്ക് ഈ രോഗം ഉണ്ടായിരിക്കുക, രോഗം കൊണ്ട് അല്ലാഹു തആല എന്താണ് ഉദ്ദേശിച്ചത്, പിന്നെ സാബത്തുഹു സറാഹു ശക്കറാഹു സാബത്തുഹു വറാഹു സ്വബാറാണ് പ്രവാചകൻ. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവനത് ക്ഷമിക്കുമെന്നാണ് പ്രവാചകൻ പറയുന്നത്. സന്തോഷം ഉണ്ടാകുമ്പോൾ നീ അത് പറയും.
നിഅമത്ത് കിട്ടിയാൽ അത് തുറന്നു പറയും. അതേസമയത്ത് ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴത്തേക്കും അവനത് ക്ഷമിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ ക്ഷമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആല അത് മുഖേന നമുക്ക് അനുഗ്രഹം ചെയ്യുന്നതാണ്. ഫകാന ഖൈറൻ ലഹും, അത് അവന് ഖൈറാണ്. ഈ ഒരു പ്രത്യേകത മുസ്ലിമിന് മാത്രമാണ്. ഫലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ, അത് മുഅ്മിനല്ലാതെ വേറെ ആർക്കും ഇല്ലെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് മുഅ്മിന്റെ ഒരു പ്രത്യേകത. ഏതൊരു പ്രതിസന്ധിയെയും ക്ഷമിക്കുകയും ആ ക്ഷമയിൽ അല്ലാഹുവിന്റെ പ്രതിഫലം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും. മാത്രമല്ല, നമുക്ക് ഒരു അസുഖം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അല്ലാഹുവിന്റെ എനിക്ക് ഇത് ഇങ്ങോട്ട് തന്ന ഒരു പ്രയാസം, ഇങ്ങോട്ട് തന്ന ഒരു സമ്മാനമാണ്. ആ സമ്മാനം മുഖേന അല്ലാഹു തആല എനിക്ക് പാപങ്ങൾ പുറത്തു വരികയും പിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അതിനല്ല നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന നിസ്കാരം നോക്കുന്നുണ്ട്. നമ്മളിപ്പോ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, നമ്മൾ പറഞ്ഞനുസരിച്ച് നിങ്ങൾ അങ്ങോട്ട് നിസ്കരിക്കണം അല്ലേ, അത് അങ്ങോട്ട് ചെയ്യണം. അതേ സമയത്ത് അല്ലാഹു തആല ഇങ്ങോട്ട് തരുന്നതാണ് അസുഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ഞെരുക്കങ്ങളും. ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരനും ഈ പ്രശ്നങ്ങളുണ്ട്. ലോകത്തെ ഇപ്പോ ട്രംപിന്റെ മനസ്സിൽ പന്തേക്കും എന്താ ഇറാന്റെ അടുത്തുള്ള ആശങ്കയാണ് മൊബൈലിൽ നിൽക്കേണ്ടത്. നമുക്ക് ആ ഒരു ആശങ്കയില്ലല്ലോ. കാരണം എല്ലാം വലിയ കോടീശ്വരനായാലും ലോകത്തുള്ള ഏതൊരു മനുഷ്യനും ആശങ്കകളും പ്രശ്നങ്ങളും. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലാഹു തആല തരുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ, അതേപോലെ തന്നെ ചെറിയ ചെറിയ ദാരിദ്ര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമുക്ക് അങ്ങനെ കഴിഞ്ഞു പോകുകയും ചെയ്യുമ്പോൾ അല്ലാഹു തആല നമുക്ക് തരുന്ന പരീക്ഷണത്തെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും. ഇസ്ലാമിക ഭാഷയിൽ അങ്ങനെ തന്നെ ഉണ്ട്. ചില ആളുകൾ ഫഖർ, ദാരിദ്ര്യം, ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞ സ്വന്തം സ്വീകരിച്ച ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ആ വഴിയിലൂടെ സഞ്ചരിച്ച ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എന്തിനാണ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമ എന്ന് പറയുന്നത് അല്ലാതെ ആരെങ്കിലും കേട്ടുപോയി എന്നത് മാത്രമല്ല, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ എതിർത്തപ്പോൾ നമ്മൾ ഉണ്ടാതെ പോയി എന്നതല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒന്ന് ആലോചിക്കുകയും അല്ലാഹുവിനനുസരിച്ച് നമ്മൾ ആ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ക്ഷമ ആരംഭിക്കുകയും ചെയ്യുക. ഇതിനാണ് ശരിക്കും സബ്ർ എന്നത് ഉദ്ദേശിച്ചത്. ഇസ്ലാമികമായ സബ്ർ എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ്. ഈമാൻ 70 ചെയ്യാനും ശാഖകളാണ്. ആ ശാഖയിൽപ്പെട്ട ഒന്നാണ് ക്ഷമയിലൂടെ നമ്മൾ കൈക്കൊള്ളുന്ന ഈമാൻ എന്ന് പറയുന്നത്. ഈമാൻ നമ്മുടെ കരുത്താണ്. ആ കരുത്ത് നേടിയെടുക്കാൻ നമുക്ക് കഴിയും. ആ കരുത്ത് ഓരോരോ ഘടകങ്ങളായിട്ട് ഓരോ ചെറിയ ചെറിയ സാധനങ്ങളായിട്ടാണ് നമ്മൾ നേടിയത്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്ക് ഈമാൻ ക്ഷമ കൈക്കൊള്ളുക. ക്ഷമക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സ്വബർ കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ സത്യവിശ്വാസികളെ ഒരു ഭാഗത്ത് പറയുന്നു. പിന്നെ അവര് അപ്പൊ നമ്മളവിടെ ദാരിദ്ര്യം കൊണ്ടും ആൾക്കാരുടെ കുറവ് കൊണ്ടും ഒക്കെ നമ്മൾ അല്ലാഹുവിനെ പരീക്ഷിക്കും. അതാണ് ആദ്യം പറയുന്നത്. നമ്മളെല്ലാ തരത്തിലും അല്ലാഹുവിനെ പരീക്ഷിക്കും. ആർക്കാണ് സന്തോഷവാർത്ത? കൈക്കൊള്ളുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ അതിൽ സന്തോഷിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ മാറാൻ കഴിയുന്ന